അവർ തോക്കും കത്തിയുമായി കുതിരപ്പുറത്ത് പാഞ്ഞെത്തുന്നില്ല. പക്ഷെ ഹൈവേ കൊള്ളക്കാരുടെ സങ്കേതത്തിൽ എന്ന പോലെ പാലിയക്കരയിൽ യാത്രക്കാരെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. സർക്കാർ രക്ഷിക്കാൻ എത്തുന്നില്ല. പക്ഷെ കരാർ കമ്പനിയായ GIPLനെ സഹായിക്കുന്നുമുണ്ട്. സർക്കാരിന്റെ ഭാഗമായ ദേശീയപാത അതോറിറ്റി പിരിവിന്റെ കാലാവധി കമ്പനിക്ക് നീട്ടിക്കൊടുത്തു. തകർന്ന റോഡുകളും അഴിയാത്ത ഗതാഗത കുരുക്കും അസഹ്യമായപ്പോൾ ഹൈക്കോടതി ടോൾ പിരിവ് താൽക്കാലികമായി നിർത്തിവെച്ചെങ്കിലും അതൊഴിവാക്കാൻ അതോറിറ്റി സുപ്രീം കോടതിയിലെത്തി. കോടതിയുടെ വിമർശനമേറ്റെങ്കിലും ഇപ്പോഴിതാ സെപ്റ്റംബർ 1 മുതൽ ടോൾ നിരക്ക് വർദ്ധിപ്പിക്കാൻ ഉത്തരവുമായി. ഇതേ ദേശീയപാത അതോറിറ്റി കോടികളെറിഞ്ഞ് പ്രിയപ്പെട്ട കരാറുകാരെ കൊണ്ട് പണിയിപ്പിച്ച പാതകളാണ് അടുത്തയിടെ പാതാളത്തിലേക്ക് പോയത്. കരാറുകാരെയും ടോൾ പിരിവുകാരെയും ഒക്കെ നിയന്ത്രിക്കാനാവാത്ത എന്ത് ബന്ധമാണ് ഇവരുമായി സർക്കാരിനുള്ളത്? 2011 ഫെബ്രുവരി മുതൽ 2024 ഡിസംബർ 31 വരെ 1506.28 കോടി രൂപ പാലിയക്കരയിൽ പിരിച്ചെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ കണക്ക്. ഓഗസ്റ്റ് വരെയുള്ള കണക്കെടുത്താൽ അത് 1700 കോടിയോളമാകും. നിർമ്മാണ ചെലവ് 723 കോടി. മറ്റ് ചെലവുകൾ കൂട്ടിയാലും ഇരട്ടിയിലേറെ സമ്പാദിച്ചു. പക്ഷേ റോഡുകൾ പലയിടത്തും താറുമാറായി. ഗതാഗത കുരുക്ക് ചിലപ്പോൾ 12 മണിക്കൂർ വരെയായി. പുതിയ അടിപ്പാതകളുടെ നിർമ്മാണം തുടങ്ങിയപ്പോൾ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ ബദൽ സംവിധാനം ഒരുക്കിയിരുന്നില്ല. ഇത് സർവീസ് റോഡുകളിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാക്കി. തുടർന്ന് ദേശീയപാത 544 ഇടപ്പള്ളി മണ്ണൂത്തി ഭാഗത്തെ ടോൾ പിരിവ് 4 ആഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ ഹൈക്കോടതി ഇടക്കാല ഉത്തരവായി. ഇതിനെതിരെ കമ്പനി മാത്രമല്ല ദേശീയപാത അതോറിറ്റിയും സുപ്രീം കോടതിയിലെത്തി. അടിപ്പാതകളുടെ നിർമ്മാണം നടത്തിയത് മറ്റൊരു കമ്പനിക്കാരായതിനാൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം തങ്ങളല്ല എന്ന GIPLന്റെ വാദം വിലപ്പോയില്ല. മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിൽ കിടക്കാൻ യാത്രക്കാർ എന്തിനാണ് പണം കൊടുക്കുന്നതെന്ന് ചോദിച്ച സുപ്രീം കോടതി ഹൈക്കോടതി വിധി ശരിവെച്ചു. കേരളത്തിൽ ഇത്തവണ കാലവർഷം തുടങ്ങിയതോടെ ദേശീയപാതയുടെ പുത്തൻ നിർമ്മിതികൾ പലയിടത്തും ഒലിച്ചുപോയത് കേരളം നടുക്കത്തോടെയാണ് കണ്ടത്. കുന്നുകളോട് ചേർന്നും ചതുപ്പു നിലങ്ങളിലും റോഡ് പണിയുമ്പോൾ മണ്ണിന്റെ ഉറപ്പിനെക്കുറിച്ചും മണ്ണിടിച്ചിൽ സാധ്യതകളെക്കുറിച്ചും നാട്ടുകാർക്ക് തോന്നിയ സംശയങ്ങൾ പോലും കരാറുകാർക്കും ദേശീയപാത അതോറിറ്റി എഞ്ചിനീയർമാർക്കും തോന്നിയിരുന്നില്ല. ഏതാണ്ട് ഇതേ അവസ്ഥയാണ് ടോൾ പ്ലാസയോടനുബന്ധിച്ചും ഉണ്ടായിരിക്കുന്നത്. ഹൈവേയിൽ അറ്റകുറ്റപ്പണിയില്ല. സർവീസ് റോഡുകൾക്കൊന്നും നിലവാരമില്ല. അവിടേക്ക് പ്രവേശിക്കുന്നിടത്ത് വീതി കൂട്ടുകയോ ഉയരം ക്രമീകരിക്കുകയോ ചെയ്തില്ല. വാഹനങ്ങൾ വഴിതിരിച്ചു വിടാനുള്ള സമാന്തര റോഡുകൾ ഗതാഗത യോഗ്യമാക്കിയില്ല. വെള്ളം ഒഴുകിപ്പോകാൻ കാനകളില്ല. പരാതികളൊന്നും കമ്പനി ഗൗനിച്ചില്ല. കരാർ ലംഘനത്തിന്റെ പേരിൽ കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്താൻ നോട്ടീസ് നൽകിയ ദേശീയപാത അതോറിറ്റി 2243.53 കോടി രൂപ പിഴയും ചുമത്തിയിരുന്നു. ഇതിനെതിരെ കമ്പനി കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്. എന്നിട്ടും കോടതിയിൽ കമ്പനിക്ക് വേണ്ടി അതോറിറ്റി നിലകൊണ്ടു. ആകെ ഒരു പൊരുത്തക്കേടാണ്. സംസ്ഥാന സർക്കാരും ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നാണ് വിഷയം ഹൈക്കോടതിയിൽ എത്തിച്ച ഹർജിക്കാരനായ KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്ത് പറഞ്ഞത്. ടോൾ പിരിവ് തടഞ്ഞ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിനെതിരെ ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും സുപ്രീം കോടതിയിലെത്തിയപ്പോൾ എതിർകക്ഷികളിൽ ഉണ്ടായിരുന്ന സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ ദുരിതം ശ്രദ്ധയിൽ കൊണ്ടുവന്നില്ല. സർക്കാരിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലർമാർ വാദം നടന്ന 2 ദിവസവും കോടതിയിൽ എത്തിയുമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട് സർക്കാർ കരിമ്പട്ടികയിൽപ്പെടുത്താൻ നോട്ടീസ് നൽകിയ കമ്പനിയാണ് ദേശീയപാതയിൽ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നതും മറക്കരുത്. കേന്ദ്രമായാലും സംസ്ഥാനമായാലും ഇത്തരം വിട്ടുവീഴ്ചകൾ വിശദീകരിച്ചില്ലെങ്കിൽ അഴിമതി മണക്കും. തടസ്സമില്ലാത്തതും വേഗതയിലുള്ളതും സുഖകരവുമായ സഞ്ചാരത്തിനാണ് ചോദിക്കുന്ന പണം യാത്രക്കാർ കൊടുക്കുന്നത്. അത് ഉറപ്പാക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. വഴി നന്നാക്കാതെ പിരിവെടുക്കുന്നത് കൊള്ളയാണ്. എന്നിട്ടും അതിനുള്ള കാലാവധി നീട്ടിക്കൊടുക്കുന്നത് കള്ളന് കാവൽ നിൽക്കലാണ്. സർക്കാരുകൾ ഉത്തരവാദിത്വം നിർവഹിച്ചിരുന്നെങ്കിൽ വ്യക്തികൾക്ക് കോടതിയെ സമീപിക്കേണ്ടി വരില്ലായിരുന്നു. നിങ്ങളുടെ പേര് കേന്ദ്രമെന്നോ സംസ്ഥാനമെന്നോ ആയിക്കൊള്ളട്ടെ, പാലിയക്കരയിൽ കുടുങ്ങിയ യാത്രക്കാർ അന്വേഷിച്ചിട്ട് കാണുന്നില്ല.